Happy Onam. 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 Hey, Happy Onam in Ghana. ഇതില് ഞാൻ പറയുകയാണെങ്കിൽ ഏത് ആമിക്ക് ഏതാ ഇഷ്ടമായത്? ആമി പറയോ? ഇതാ ആമിക്ക് ഇഷ്ടമായത്? യശ് അച്ഛന് ഇതാ ഇഷ്ടമായത്. അച്ഛൻ ഇത് മതി എന്ന് പറഞ്ഞപ്പോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇത് മതി. എന്റെ മോനെ Happy Onam. How is my baby? She's very cute. Oh, it's not my baby. Oh, I'm not giving birth. I'm not giving birth to my children. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ഓണം. ഇന്ന് നമ്മൾ ആഫ്രിക്കയിലാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് കൂടി ഉണ്ട്. നമസ്തേ, ഹാപ്പി ഓണം. ഇവരുടെ മക്കളാണ് ഇവര്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതി മത ഭേദമന്യേ ആഘോഷിക്കുന്ന ഉത്സവങ്ങളിൽ ഒന്നാണല്ലോ ഓണം. അപ്പം ഞങ്ങളും ഒട്ടും കുറയ്ക്കാതെ തന്നെ ഓണം ആഘോഷിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ആദ്യം തന്നെ പൂക്കളമിടൽ ചടങ്ങിൽ നിന്നുമാവാം എന്ന് കരുതി. ആഫ്രിക്കയിൽ നിൽക്കുന്നതായതുകൊണ്ട് തന്നെ ഘാനയിലെ കുറേ കുട്ടിപ്പടകളെയും കൂടെ കൂട്ടി. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോണ കുട്ടികൾ. അപ്പം നൈസ് ഇവരുടെ അത്രേ ഉള്ളൂ എങ്കിലും ഈ പടകളെയൊക്കെ കയ്യിലെടുക്കാൻ മിടുക്കിയായിരുന്നു നൈസ്. അൻഷുവിനും പൂ പറിക്കുന്നതും പൂക്കളമിടുന്നതും ഒക്കെ വ്യത്യസ്തമാർന്ന അനുഭവങ്ങളായിരുന്നു. പൂക്കളിറക്കുന്ന സമയത്ത് മുഴുവൻ എനിക്കെൻ്റെ കുട്ടിക്കാലത്തെ മധുരമായ ഓർമ്മകളാണ് വന്നു നിറഞ്ഞുകൊണ്ടിരുന്നത്. സ്കൂൾ വിട്ടിട്ട് നേരെ വീട്ടിലേക്കൊരു ഓട്ടമാണ്. വീട്ടിലെത്തി അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചൂട് പലഹാരം അതും വായയിലേക്ക് ഇട്ടിട്ട് ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവും. അപ്പം യൂണിഫോം പോലും മാറാൻ നിൽക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഫ്രണ്ട്സൊക്കെ അവിടെ അക്ഷമരായിട്ട് കാത്തു നിൽക്കുകയായിരിക്കും. പിന്നെ പാടം, തോട്, പറമ്പ് അങ്ങനെ കണ്ണിൽ കണ്ട സ്ഥലങ്ങളിലൊക്കെ കയറി ഇറങ്ങും. ഇരുട്ടാവുന്നതിൻ്റെ മുമ്പ് നമ്മൾ വീടെത്തണം. ഇല്ലെങ്കിൽ അമ്മ വഴക്ക് പറയും. പറിച്ചു കൊണ്ടുവരുന്ന പൂക്കളൊക്കെ പിന്നെ ഏത് ഡിസൈനിലേക്ക് മാറ്റും എന്ന ചിന്തയിലായിരിക്കും അടുത്തത്. What's in here? Take this one and go put it. It's nasty. It's a different one, beautiful one. This one? My hand can't. Oh, I can handle. അവിടുന്ന് പൂവൊക്കെ പറിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു പൂവ് കണ്ടത്. ഒരു ബ്ലൂ കളറിലുള്ള നമ്മുടെ നാട്ടിലെ കാക്കപ്പൂല്ലേ, അപ്പം അതിൻ്റെയൊക്കെ ഒരു വേറൊരു ടൈപ്പ്. പക്ഷെ നമുക്കതിന് കയ്യിൽ പറിച്ചെടുക്കുമ്പോഴേക്കും അതിൽ വെള്ളം നിറഞ്ഞ പൂവായതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും കിട്ടുന്നില്ല. അപ്പം നമ്മൾ അതിൻ്റെ തണ്ടൊടിച്ചെടുത്തു. ശരി, എന്തായാലും കണ്ടതല്ലേ, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ ഉപകാരപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് പറിച്ചെടുക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നല്ല ഭംഗിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പൂക്കളെ പറിച്ചെടുക്കാൻ അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. മക്കളെയൊക്കെ ഒന്ന് TV, കാർട്ടൂൺ ഇതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് പ്രൊഡക്റ്റീവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണിക്കിറങ്ങിയത്. നമ്മുടെ നൈസിൻ്റെ അമ്മ ജോലി ചെയ്തിരുന്നത് ഈ വീട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുൾ അധികാരത്തോടെയാണ് അവൾ അങ്ങോട്ട് കയറി ചെന്നത്. ഒരുപാട് വർഷത്തെ പരിചയം അവൾക്ക് ഇവിടെ ഉണ്ട്. അപ്പം ഈ കുട്ടികളുടെയൊക്കെ ടീം ലീഡർ ആയിഷയാണ്. നമുക്കിപ്പോൾ ഒത്തിരി പൂക്കൾ കിട്ടി. ഒരു പൂക്കളത്തിനുള്ള 2 പൂക്കളത്തിനുള്ള പൂക്കൾ നമ്മളിപ്പോൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അമ്മിക്കുട്ടി പനിയൊക്കെ മാറി ഉഷാറായില്ലേ? ഇപ്പൊ കുറച്ച് പനിയുള്ളൂ അല്ലേ? അത് കഴിഞ്ഞാ ഫിനിഷ്. ചെവിയിലാരാ പൂ വെച്ചെന്നേ? നല്ല കാറ്റാണ് ഗൈസ് പുറത്ത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഉള്ളിൽ ഇരുന്നിട്ട് പൂവിടാന്ന് വിചാരിച്ചു. ആമി പിടിച്ചിരിക്കണേ കണ്ടില്ലേ? ഓ ആമി, കാറ്റ് വന്നതുകൊണ്ടാണ് പൂ ഇങ്ങനെ പൊട്ടിപ്പിടിച്ചിരിക്കുന്നത്. അമ്മിക്കുട്ടി
ഗൈസ് ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മളെ നാടൻ പൂക്കളം നമ്മളിവിടുന്ന് വാങ്ങിയിട്ടൊന്നും പൂവല്ല ഇടുന്നത്, നമ്മള് പോയി പറിച്ച് കൊണ്ടുവന്ന പൂക്കളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ കൂടെ ആമിയുണ്ട് പൂവിടാൻ വേണ്ടിയിട്ട്. കുറെ കളേഴ്സ് മിക്സ് ആക്കിയിട്ടൊക്കെയാണ് ഇവിടെ ഇട്ട് വെച്ചത്. കണ്ടില്ല ഗൈസ്, ഇതാണ് ആമീന്റെ പൂക്കളം. ഉത്രാട പാച്ചിലാണ് ഞങ്ങള്. അപ്പൊ ഇന്ന് ഉത്രാടം. ഈ ഉത്രാടത്തിന്റെ അന്ന് ഞങ്ങളിതാ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി ഒപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. നമ്മുടെ ഫാമിലി മൊത്തമായിട്ടാണ് ഇന്ന് പോകുന്നത്. അൻഷു കുളിച്ചു, ആമി കുളിച്ചു, ഏട്ടൻ കുളിച്ചിട്ടില്ല. ഓണാണെന്ന്. അല്ല, ഉത്രാട പാച്ചിൽ അതിനെ കൊണ്ട് ആ പാച്ചിലിൽ കുളിക്കാൻ പറ്റിയില്ല. നമ്മളിപ്പോ ഇവിടെ അടുത്തുള്ള ഒരു മാളിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ വന്നിട്ട് കുറച്ച് അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. ഓണമൊക്കെ അല്ലേ. ടീഷർട്ടാണോ ഷർട്ടാണോ എന്താണ്? ഷർട്ട് നോക്കാം, ഓണല്ലേ. ഓണം, അപ്പം ഷർട്ട്. ഇതില് ഞാൻ പറയുകയാണെങ്കിൽ ഏതാ ആമിക്ക് ഏതാ ഇഷ്ടമായത്? രണ്ടും ആമി പറയോ? ഇതാ ആമിക്ക് ഇഷ്ടമായത്? യശ് അച്ഛന് ഇതാ ഇഷ്ടമായത്. അച്ഛൻ ഇത് മതി എന്ന് പറഞ്ഞപ്പോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇത് മതി. അച്ഛന്റെ മോളെന്നെ. കുറച്ചേരം അൻഷു വ്ളോഗ് ചെയ്തോ. അപ്പൊ ഗൈസ് നമുക്ക് എവിടെയാ ഇതിന്റെ ഡ്രസ് നോക്കാം. നമുക്ക് നോക്കാം. ഹാപ്പി ടോയ്സ് നോയിട്ടോ. ഇവിടെ Video of my shop. Let me see. എന്താടാ പോവൂല. ഞാൻ എന്റെ ഭർത്താവിന്റെ അല്ലേ കാണാൻ വന്നത്. നമുക്ക് എന്താടാ ലാമി? അച്ഛന്റെ നഗ്നത കാണുന്ന വിചാരിച്ചിട്ട് ഇവിടെ ഒരാൾക്ക് ഭയങ്കര ഞാൻ മട്ടും പാക്ക വേണ്ട ഇടം. ഉടമ്പ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അല്ലേ അൻഷു? അല്ലേ അല്ലേ? ഇമ്പോർട്ടന്റ് അല്ലേ ഇത്? ഇമ്പോർട്ടന്റ് അല്ല? ഓക്കെ. അൻഷു, എനിക്ക് ഈ ഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടായി. അൻഷുനല്ലേ? 7 year to 9 year. 7 to 8 എടുക്കട്ടെ. കുറച്ച് ലൂസ് ആയിരിക്കും ചിലപ്പോൾ. എന്നിട്ട് ഷേപ്പ് ആക്കിയാലോ? ചേച്ചി കാണിച്ചതാ ഇത്. This one. The pucha. The cat one. How much is it? 109. വേണോ? ലുക്ക്. വേഗം ഫാസ്റ്റ്. ഇതിലേതെങ്കിലും ഒന്ന് എടുക്കാം. ആ ഓക്കെ, എന്നാ എടുക്കും. ഓക്കെ, can keep this one. ഇത് 100 ഫീറ്റ്. 100 ശരിക്കും വാങ്ങി കൊടുക്കണം. അതുകൊണ്ട് അതവിടെ വെച്ചിട്ട് ഇതല്ല. This one is how much? 39 എന്നാ? അല്ല 20. ഓക്കെ, നമുക്ക് അതെടുത്തേ. ഓക്കെ, ഓണത്തിനിടാൻ ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുക. അതവിടെ വെച്ചിട്ട് ഓണത്തിനിടാൻ. ഒരമ്മയുടെ വേവലാതി. ഞാൻ കാര്യം പറയണേ, ഈ ടോയ്സ് വെറുതെ ആഗ്രഹിച്ചു പോയി. ആഗ്രഹിച്ചിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുക. എവിടെയാണ് നമ്മള് ആഫ്രിക്കയിലെ ഗാനയിലെ ജംഗ്ഷൻ മാളിനുള്ളിലെ ബാസ്ലോസ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഗൈസ്. ഇന്ന് ഞങ്ങൾക്ക് ഓണസദ്യയല്ല, പകരം ഓണ ഷവർമയാണ്. ഓണസദ്യ നാളെ. അപ്പൊ ഇന്ന് ഷവർമ കഴിച്ചിട്ട് ഞങ്ങള് സംതൃപ്തരാവും. നമുക്ക് ഷവർമ വേണോ സദ്യ വേണോ? ഷവർമ. അൻഷുനോ? പൊറോട്ട. എന്നാ അൻഷുന് ഷവർമ വേണ്ട കേട്ടോ. നമുക്ക് അങ്ങനെയൊന്നുമില്ല, എന്ത് കിട്ടിയാലും നമുക്ക് കഴിക്കാം. കഞ്ഞി ഉണ്ടാക്കി തരട്ടെ? മഞ്ജു വാര്യരോ? കഞ്ഞി എടുക്കട്ടെ. താങ്ക് യു. ഓ മൈ ഗോഡ്. കണ്ടോ മലയാളികൾ ഷവർമ കഴിച്ചാൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ്.
ശരിക്കും നമ്മൾ കഴിക്കുമ്പോൾ മാത്രമാണ് അത്രയും കവർ എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അവർ കഴിക്കുമ്പോൾ എങ്ങനെ കവറൊക്കെ ഒഴിവാക്കണമെന്ന് അറിയില്ല. നമുക്കതിൻ്റെ ടെക്നിക്കൊന്നും അറിയില്ല. നമ്മൾ കഴിക്കും, കിട്ടിയാൽ നമ്മൾ കഴിക്കും. മക്കൾ നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്തല്ലേ രാവിലെ. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ്സോ മിഠായിയോ എന്തെങ്കിലും നോക്കിയിട്ട് എടുക്കാം. ഹലോ, ഹൗ മച്ച് ഫോർ ദിസ് വൺ? നമ്മൾ ബട്ടർ ക്യാൻഡി എടുത്താലോ? ഇതൊന്നും പ്ലീസ് ചെക്ക്. ഇത് കിട്ടുമോ? Thank you. Happy ഓണം. Honor. Happy Olom. ഓണം 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 ONAM. Hey, happy Olom in Ghana. Oh, we are celebrating our own in Ghana. ഹാപ്പി ഓണം. Happy Anna. Happy Anna. ഓക്കെ ബൈ. ഹാപ്പി ഓണം. Happy Anna. Happy Anna. ഹാപ്പി ഓണം. ഓണം വന്നാൽ പിന്നെ ആഘോഷത്തിന് കൊഴുപ്പ് കുറച്ചുകൂടി കൂടും. ഓണം, വിഷു, ദീപാവലി അങ്ങനെ ആഘോഷങ്ങൾ എന്ത് തന്നെ ആയാലും ഞങ്ങൾ ടെമയിലുള്ളവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. ടെമ എന്ന് പറഞ്ഞാൽ ഗാനയിലെ ഒരു പ്ലേസാണ് കേട്ടോ. അപ്പം എൻ്റെ ഫ്രണ്ട്സിൽ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട്, ബാക്കി കുറച്ച് പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരെല്ലാവരും വരുന്ന സമയത്ത് പൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് അവിടെ ഇരുന്ന് കട്ട് ചെയ്യുന്നുണ്ട്, ബാക്കി പേര് അവിടെ ഇരുന്നിട്ട് പൂക്കളത്തിന് ഡിസൈൻ വരയ്ക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും അതുപോലെ മറ്റ് നാടുകളിലൊക്കെ കിട്ടുന്നത് പോലെയൊക്കെ ഇവിടെ പൂക്കൾ വാങ്ങിക്കാൻ കിട്ടില്ല കേട്ടോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള പൂക്കൾ ഇതുപോലെ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് പറിച്ചിട്ട് വരണം. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടുള്ളവരെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഒട്ടുമിക്ക വീഡിയോസിലൊക്കെ നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പം ഇതുപോലുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കുഞ്ഞു മക്കളാണ്. അവരുടെ വേറൊരു ലോകത്തേക്കാണ് അവർ എത്തിപ്പെടുന്നത്, അവരുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ലോകം. അങ്ങനെ 12 മണി ആയപ്പോഴേക്കും ഫുൾ ഗ്യാങ് എല്ലാവരും പ്രസൻ്റ് ആയിരുന്നു കേട്ടോ. സോൾട്ട് ആൻഡ് പേപ്പർ എന്ന റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് ഈ കലാപരിപാടിയൊക്കെ സംഘടിപ്പിച്ചത്. അപ്പോൾ ഇത്തവണത്തെ തിരുവോണം സൺഡേ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാവരും ഫ്രീയുമായിരുന്നു. അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രവാസികൾക്ക് ഇതുപോലുള്ള ആഘോഷങ്ങൾ നൽകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് ചില്ലറയൊന്നുമല്ല. ഒറ്റയ്ക്ക് ഫുഡ് വെച്ചുണ്ടാക്കി കഴിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ എല്ലാവരുടെയും കൂടെ കൂടിയിരുന്ന് അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നാട് മിസ് ചെയ്യുന്നത് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഫുൾ പ്രസൻ്റ് ആയ സമയത്ത് ഞങ്ങൾ പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല, പിന്നെ ബാക്കി കലാപരിപാടികളിലേക്ക് കടന്നു. അപ്പോഴേക്കും നമ്മുടെ പൂക്കളമൊക്കെ ഒരുവിധം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റായതുകൊണ്ട് തന്നെ ഞങ്ങൾ ചുറ്റും ചെയേഴ്സ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. മ്യൂസിക്കൽ ചെയർ എന്ന് കേട്ടപ്പോഴേക്കും എല്ലാ മക്കളും ഓടിയെത്തി. ഇവിടെ ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. ഏതൊക്കെ മക്കൾക്കാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അവർക്കെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പം ആമി ഉണ്ടായിരുന്നു ഇവരുടെ കൂട്ടത്തിൽ ഓടാൻ വേണ്ടിയിട്ട്. അവൾ വിചാരിച്ചത് ഓട്ട മത്സരമാണെന്നാ. ഓടി ഓടി ഫസ്റ്റ് ആവാനാണ് ആമി ശ്രമിക്കുന്നത്. പാവം ആദ്യത്തെ റൗണ്ടിൽ തന്നെ എന്നിട്ട് ഔട്ടാവുകയും ചെയ്തു. ആദ്യത്തെ 2-3 റൗണ്ട് മക്കളെല്ലാവരും തമാശയാക്കിയിട്ടാണ് കളിച്ചതെങ്കിലും അവസാന റൗണ്ടിലേക്ക് കടന്നപ്പോഴേക്കും പിന്നെ വാശിയായിട്ട് മാറി. ഫസ്റ്റ് പ്രൈസ് അനുത്തേജിനും അതുപോലെ സെക്കൻഡ് പ്രൈസ് ആൽബിനും ആയിരുന്നു കിട്ടിയത്. ഫസ്റ്റ്
ഇഷ്ടമായില്ലേ മ്യൂസിക്കൽ ചെയർ? അടിപൊളി, സൂപ്പർ ആണല്ലോ ജോ. ഹാപ്പിയാണോ? ലേഡീസും മ്യൂസിക്കൽ ചെയർ കളിക്കാനുണ്ടായിരുന്നു, കൂട്ടത്തിൽ ഞാനും. തല ചുറ്റുന്ന ഒരു പതിവ് എനിക്കുണ്ടെങ്കിലും എല്ലാവരും കളിക്കുമ്പോൾ ഒരു കമ്പനിക്ക് ഞാനും കളിച്ചു. ധീരമായിട്ട് ഔട്ടായി പോരുകയും ചെയ്തു ഗൈസ്. കഴിഞ്ഞു തീർന്നു. അങ്ങനെ ഫസ്റ്റ് പ്രൈസ് ഷൈനിക്കും സെക്കൻഡ് പ്രൈസ് ഈശ്വര്യക്കുമായിരുന്നു കിട്ടിയത്. ഗെയിംസ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ രാംദാസേട്ടൻ്റെ പാട്ടോട് കൂടിയിട്ട് മ്യൂസിക്കിലേക്ക് കടന്നു. ടെമയിൽ ഒരുപാട് ഗായകരുണ്ട്, അപ്പോൾ അവരുടെ എല്ലാം കഴിവുകൾക്ക് മാറ്റ് കൂട്ടാനുള്ള വേദിയായിരുന്നു ഇത്. കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണമാണ് ഞാനിപ്പോൾ വീഡിയോസിൽ നിന്നെല്ലാം സോങ് റിമൂവ് ചെയ്യുന്നത്. അപ്പം അതിന് എല്ലാവരോടും ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട്. സോങ് ഇൻക്ലൂഡ് ചെയ്യിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും കോപ്പിറൈറ്റ് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഗൈസ്. ഇപ്പോൾ തൽക്കാലം കോപ്പിറൈറ്റ് ഒന്നുമില്ലാത്ത നമ്മുടെ ആമീൻ്റെ പാട്ട് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂ. പാട്ടൊക്കെ കേട്ടിരുന്നപ്പോഴേക്കും നന്നായി വിശക്കാനും തുടങ്ങി ഗൈസ്. പിന്നെ ഒട്ടും സമയം കളയാതെ നേരെ ഫുഡ് അടിയിലേക്ക് കടന്നു. അപ്പം വാഴയിലയിലായിട്ട് ഓരോ വിഭവങ്ങളായി വന്നു നിരന്നു. കുട്ടികളിൽ അധിക പേർക്കും വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ വലിയ പിടുത്തമില്ല. അവരൊക്കെ നോൺ വെജ് ഇഷ്ടപ്പെടുന്നവരാണല്ലോ. അപ്പോൾ ഫുഡ് എന്ത് തന്നെ ആയാലും എല്ലാവരുടെയും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയാണ് അല്ലേ ഗൈസ്? നമ്മുടെ കൂടെ ഇന്നത്തെ സെലിബ്രേഷനിൽ മലയാളികൾ മാത്രമല്ല ഗൈസ്, തമിഴ് ഫാമിലിയിലുള്ളവരും ഉണ്ട്. പണ്ട് കേരളീയർക്ക് ഓണം എന്നത് കൊയ്ത്തുത്സവമായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് കാലം പോകും തോറും ഓണത്തിൻ്റെ കെട്ടും മട്ടും മാറി. എന്നിരുന്നാലും മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ അവർ ഓണാഘോഷിച്ചിരിക്കും. ഇത്തരത്തിലുള്ള ഒത്തുചേരലുകളാണ് ഞങ്ങൾ പ്രവാസികളുടെ ഊർജം. അപ്പോൾ ഗാനയിലെ ഈ ഓണം സെലിബ്രേഷൻ നിങ്ങൾ കഴിഞ്ഞു എന്ന് വിചാരിച്ചോ? ഒരിക്കലുമില്ല ഗായ്സ്. അപ്പോൾ ഈ വരുന്ന സൺഡേ ഗാന ഇന്ത്യൻ മലയാളി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഗംഭീര ഓണം സെലിബ്രേഷൻ വരുന്നുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളിലാണ് ഞങ്ങളിപ്പോൾ.
വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിവസങ്ങളായി മാറട്ടെ ഇനിയുള്ള ദിവസങ്ങൾ. ഹാപ്പി ഓണം. എല്ലാവരോടും ഒത്തിരി സ്നേഹം. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ടാറ്റ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.